ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇതുപോലെ നല്ല കുറുകിയ ചാറോടുകൂടിയ നല്ല ചുവന്ന കളറിലുള്ള മീൻകറി തയ്യാറാക്കണോ എന്നാൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ. ഞാനിവിടെ ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം, ഒരു 2-3 ടേബിൾ സ്പൂൺ. എന്നിട്ട് അതിലേക്ക് ഉലുവയും കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഉലുവ നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കടുകിട്ട് കൊടുക്കാം. കടുകും പൊട്ടി വന്നതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ 3 ഐറ്റംസും കൂടെ ഒന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, ഒരു 5-6 ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയുള്ളി തന്നെ എടുക്കണം. സവാള എടുത്തു കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് ഒന്നും കിട്ടത്തൊന്നുമില്ല മീൻകറിക്ക്. അപ്പം ഞാൻ ചെറിയുള്ളി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടിയിട്ട് നല്ലതുപോലൊന്നും ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനിയാണ് ഇതിലെ ഒരു മെയിൻ പ്രോസസ്സ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത് 3 കൂടെ ചൂടാക്കി ചെറിയ ചൂടുവെള്ളത്തിൽ, തിളച്ച വെള്ളമല്ല, ലൈറ്റ് ചൂടുള്ള വെള്ളത്തിൽ നമ്മളൊന്ന് അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. എന്നിട്ട് ആ പേസ്റ്റ് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ അതിലേക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പുളിവെള്ളം ആഡ് ചെയ്യുക. പുളിവെള്ളം നല്ലപോലെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നല്ലതുപോലൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് കറിയൊന്ന് വറ്റിച്ചെടുക്കണം. ചാറൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. ഞാനിവിടെ രാവിലെ ഉണ്ടാക്കിയ കറിയാണ്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ കറി നോക്കിയപ്പോൾ നല്ലപോലെ ചാറൊക്കെ കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മുടെ നല്ല കളർഫുൾ മീൻകറി നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട്. നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതുകൊണ്ടാണ് ഇത്രയും കളറ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.